പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹപൂർവം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇനി വചന ശുശ്രൂഷ കഴിയുന്നതുവരെ അനങ്ങരുത് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കരുത് എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കാം. കാരണം അത് മറ്റുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റുള്ളവർക്ക് പ്രലോഭനം ഉണ്ടാക്കുന്നവരെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? മറ്റുള്ളവർക്ക് പ്രലോഭനം കൊടുക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? കഴുത്തില് വലിയൊരു ആട്ടുകല്ല് കെട്ടി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആട്ടുകല്ല് കെട്ടി അവിടെ തന്നെ ഇടും. കടലിലല്ല, നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ തന്നെ, പിന്നെ അനങ്ങാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വചനം ഒന്ന് പറഞ്ഞേ. കർത്താവിനെ മുഖത്ത് സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരം. ഇരു കരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം. കണ്ണാടിയിലെന്ന പോലെ മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖത്ത് എന്താണ് പ്രതിഫലിക്കുന്നത്? ഒന്ന് അടുത്തിരിക്കുന്നവരുടെ മുഖത്തൊന്ന് നോക്കി. നമ്മുടെ മുഖത്ത് എന്താണ് പ്രതിഫലിക്കുന്നത്? കണ്ണാടി എടുത്തൊന്ന് നോക്കിയേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ ഏത് മഹത്വമാണ് കാണുന്നത്? ആണോ? ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുകൊണ്ടിരിക്കണം? കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കണം. ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മുഖത്ത് ആരുടെ മഹത്വം പ്രതിഫലിക്കും? മെസ്സിയുടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഒരു താല്പര്യമാണ്, ഇഷ്ടമാണ്. പിള്ളേര് 1 മണിക്കൊക്കെ അലാറം വെച്ച് 6 മണിക്ക് വിളിച്ചിട്ട് എഴുന്നേക്കാത്തവര് 3 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേൽക്കാണ്. കണ്ണൊക്കെ തിരുമ്പി വരാൻ സമയമായിരുന്നു. എന്തിന്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അപ്പോൾ ഉറങ്ങുന്നത്? ഇപ്പൊ ചില പിള്ളേര് 6 മണിക്ക് വിളിക്കുമ്പോ അമ്മയോട് പറയാറുണ്ട്, അമ്മ എന്നെ വെറുതെ ഉറക്കം നഷ്ടപ്പെടുത്തി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പള്ളി പോവാടാന്ന് പറഞ്ഞ് 6 മണിക്ക് വിളിച്ചപ്പോ ഒരു ചവിട്ട് കൊടുത്തവനാണ്. എന്നിട്ട് പറയാണ്, അമ്മ എന്നെ 3 മണിക്ക് വിളിക്കണമെന്ന്. എന്തിനാണ്? കളി കാണാൻ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം അമ്മ വിളിച്ചില്ല, പിറ്റേ ദിവസം ഭയങ്കര ദേഷ്യം. അമ്മനോട് ഞാൻ പറഞ്ഞാലില്ലേ വിളിക്കണമെന്ന്. എടാ, നിന്നെ ഞാൻ 6 മണിക്ക് പള്ളിയിൽ പോയാൽ വിളിച്ചപ്പോ നീ എഴുന്നേറ്റില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരു കാര്യത്തോട് ഇഷ്ടം തോന്നിയാൽ, നമുക്ക് ഒരു കാര്യത്തോട് തീക്ഷ്ണമായ ഒരു ഇഷ്ടം തോന്നിയാൽ സമയം ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്ക് ഈശോയോട് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ 12 മണി നേരത്ത് ഇവിടെ ഇരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഇനി ഇഷ്ടം തോന്നിയില്ലെങ്കിലോ? നമുക്ക് ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. എത്ര നമുക്ക് പറ്റിയ നേരത്താണെങ്കിലും വന്നിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ പോയിരിക്കോ? ഇല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ്? നമുക്ക് അതിനോട്
വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ താല്പര്യമാണ് പ്രധാനപ്പെട്ടത്, ഇഷ്ടമാണ് പ്രധാനപ്പെട്ടത്. ഒരു വൈകാരികമായ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. അമത്രേസ്യ പറയുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടായാ പോരാ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ആരോ പറഞ്ഞു അത് കേട്ടാ പോരാ. പ്രാർത്ഥിക്കണമെങ്കിൽ എന്തുണ്ടാകണം? വൈകാരികമായ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഈശോയോടുണ്ടാകണം. ഹല്ലേലൂയ. അതിനെയാണ് നമ്മൾ മറ്റൊരു വാക്കിൽ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? ഈശോയുമായി വൈകാരികമായ ഒരു അടുപ്പം, വ്യക്തിപരമായ ഒരു സൗഹൃദം ഈശോയുമായി ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏത് പാതിരാത്രിക്കും നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് പോകാൻ നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ എത്ര പെരുമഴ പെയ്യും എന്ന് കേട്ടാലും നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കുകയില്ല. മണ്ണിടിച്ചിലുണ്ടായെന്നോ വെള്ളപ്പൊക്കമുണ്ടായെന്നോ എന്ത് കേട്ടാലും, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്ന് കേട്ടാലും നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിറകോട്ട് വയ്ക്കുകയില്ല. എന്താണ്? നമ്മെ സ്നേഹിക്കുന്നവൻ, തന്നെ തന്നെ പൂർണ്ണമായി നമുക്ക് വേണ്ടി നൽകുന്നവൻ നമ്മെ കാത്തിരിക്കുകയാണ്. അവനുമായി എനിക്കൊരു വ്യക്തിപരമായ അടുപ്പമുണ്ട്, ഒരു ബന്ധമുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം നമ്മൾ തുടങ്ങിയതാണ്. ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. നമ്മളുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആവുകയാണ്? ഇപ്പോ നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാണ്? അതെ, ഈശോ ശരിയാണ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് ചോദിച്ച്, നിന്റെ ഹൃദയം ഇപ്പോൾ ആരുടെ ഹൃദയം പോലെയാണെന്ന് ചോദിച്ച്. എന്ത് ഹൃദയമാടേ! ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണെന്ന് ധ്യാനിക്കണം. വി ബിക്കം വാട്ട് വി മെഡിറ്റേറ്റ്. നമ്മൾ എന്തിനെ കുറിച്ചാണോ ധ്യാനിക്കുന്നത്, നമ്മൾ അതായി തീരും എന്നുള്ളതാണ് സത്യം. അതൊരു ശാസ്ത്രം കൂടെയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നതാണ് ഈശോയുടെ ഹൃദയത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അതിന് അഗാധമായ വിനയവും സൗമ്യതയുമുള്ള ഹൃദയമാണ്. വിനയം തന്നെയാണ് എളിമ. അഗാധമായ വിനയവും സൗമ്യതയും. ഹല്ലേലൂയ. ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാ, എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. സാധാരണ നേരെ തിരിച്ചാണ് കേൾക്കാറുള്ളത്, അല്ലേ? അച്ഛാ, എന്റെ ചേട്ടന് ഭയങ്കര ദേഷ്യമാണ്. കുഴപ്പമില്ല, അത് നോർമലാണ്. ഹല്ലേലൂയ. ഇല്ലേ, ആണുങ്ങളായി ജനിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ദേഷ്യപ്പെടുന്ന ചില ആളുകൾ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പക്ഷേ ഒരു സഹോദരൻ പറയാണ്, അച്ഛാ പറ്റുന്നില്ല അച്ഛാ. എന്തു പറ്റി? അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്താണ്? എന്നേക്കാളും സാലറി കൂടുതൽ അവൾക്കാണ്. അപ്പൊ അവൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അപ്പൊ തന്നെ നടന്നില്ലെങ്കിൽ നാളത്തേക്ക് വെച്ച അപ്പൊ തന്നെ നടക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അവള് പറയാണ്, ചേട്ടാ നമുക്ക് എന്റെ വീട് വരെ ഒന്ന് പോകാം. അപ്പോ ഭർത്താവ് പറയണ, എടി ഇന്ന് കാലത്ത് പോകണ്ട, അല്ലെങ്കിൽ വൈകുന്നേരം പോവാം, നാളെ പോവാം, ഞാൻ കുറച്ച് കാര്യം. അപ്പൊ തന്നെ എന്ത് തുള്ളും? അച്ഛന്റെ മനസ്സിൽ വാക്കുണ്ട്, പക്ഷെ പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കോപമാണ്. അപ്പോൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത്?
ഈ അഗാധമായ വിനയവും സൗമ്യതയുമുള്ള ഹൃദയം. ഒരു മകനെ കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞാണ്, ഭയങ്കര ദേഷ്യം, പറഞ്ഞത് അപ്പൊ തന്നെ നടക്കണം, അല്ലെങ്കിൽ അത് നീട്ടിവെച്ചാലും പറ്റില്ല, ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാലും പറ്റില്ല, അത് നടത്തി കിട്ടുന്നത് വരെ പിന്നെ കുടുംബം നരകമാണ്. നമ്മൾ എന്ത് ധ്യാനിക്കണം? ഈശോയുടെ അഗാധമായ വിനയവും സൗമ്യതയും ധ്യാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് ഈ ഈശോയുടെ അഗാധമായ വിനയത്തെക്കുറിച്ച് സൗമ്യതയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധമില്ലാത്തൊരു കാര്യമല്ല, അല്ലേ? വീട്ടിൽ സമാധാനം ഏറ്റവും കൂടുതൽ പോകുന്നത് കാശില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഭക്ഷണമില്ലാത്തതുകൊണ്ടാണോ? ഉടുക്കാനില്ലാത്തതുകൊണ്ടാണോ? പിന്നെ എന്തുകൊണ്ടാണ്? തോന്നിയ പോലെയുള്ള വർത്തമാനം, ഒരു എളിമയുമില്ല, ഒരു സൗമ്യതയുമില്ല, എല്ലാം കൂടിയതിന്റെ കുഴപ്പമാണ്. ഭക്ഷണം കുറഞ്ഞിട്ടല്ല ദേഷ്യം ഉണ്ടായത്, കൂടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം അഗാധമായ വിനയവും സൗമ്യതയുമുള്ള ഹൃദയമാണ്. രണ്ടാമതായി, അതിരറ്റ കരുണയും ദയയുമുള്ള ഹൃദയമാണ്. ഓരോന്നിന്റെയും കൂടുതലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാണ്. നമ്മളിത് റിവിഷൻ ചെയ്യുകയാണ് 5 മിനിറ്റില്. അതിരറ്റ കരുണയും ദയയും ഉള്ള ഹൃദയം. നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? അതിരുകളില്ലാത്ത കരുണ, അളവുകളില്ലാത്ത ദയ, അല്ലേ? ആരുടെ ഹൃദയമാണ്? അല്ല, നമ്മുടെ ഹൃദയത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. ഹല്ലേലൂയ. ഓക്കെ, ശരി. അതാണ് ഈശോയുടെ ഹൃദയം. അത് ധ്യാനിച്ചു. മൂന്നാമതായി നമ്മൾ പഠിച്ചതും ധ്യാനിച്ചതും ആത്മപരിത്യാഗത്തിന്റെ ഹൃദയം. എങ്ങനെയുള്ള ഹൃദയം? ആത്മപരിത്യാഗം ചെയ്യുകയാണ്. എനിക്ക് വേണ്ട, ആത്മപരിത്യാഗം, ഞാൻ ഉപേക്ഷിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഗുണം? നിനക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും പരിത്യാഗം ചെയ്താലേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആക്കിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും നടക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ഈശോയെ കുറിച്ച് പറയുന്നത്, നമ്മെ ധനികരാക്കാൻ വേണ്ടി ഈശോ സ്വയം ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ അവിടുന്ന് നമ്മെ സമ്പന്നരാക്കി എന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോ സ്വർഗം ഉപേക്ഷിച്ച്, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് കൊണ്ടാണ് നമുക്ക് സ്വർഗം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഇനി നാലാമതായി, വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിന്റെ ഹൃദയം. ഒരു വ്യവസ്ഥയുമില്ല, യോഗ്യത നോക്കിയിട്ടല്ല സ്നേഹിക്കുന്നത്, ഒരു കണ്ടീഷനും പറഞ്ഞിട്ടല്ല. നീ ഇത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യും. ഇതിനെയാണ് വ്യവസ്ഥ, കണ്ടീഷൻ എന്ന് പറയുന്നത്. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാനും ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ തല്ലിയ ഞാനും തല്ലും, എന്നെ എന്തെങ്കിലും പറഞ്ഞ ഞാനും പറയും. പക്ഷേ ഈശോയുടെ സ്നേഹം അങ്ങനെ, നമ്മുടെ സ്നേഹം അങ്ങനെ യോഗ്യത നോക്കി വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ സ്നേഹമെങ്കിൽ, ഈശോയുടെ സ്നേഹം യോഗ്യത നോക്കാതെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുകയാണ്. ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അഞ്ചാമതായി നമ്മൾ പറഞ്ഞു, ഈശോയുടെ ഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, തട്ടിയെടുത്തതിന് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ഞാൻ 1 കൊല്ലം നിന്നെ സ്നേഹിക്കാതിരുന്നതിന് 4 ഇരട്ടിയായി സ്നേഹിക്കുന്നു. ഞാൻ ക്ഷമിക്കാതിരുന്നതിന് 4 ഇരട്ടിയായി ക്ഷമിക്കുന്നു, പരിഹാരം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഉരുൾനേർച്ച നടത്തി പ്രാർത്ഥിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ഉരുൾനേർച്ചയുണ്ട്.
അത് പ്രത്യേകമായി അടുത്ത ബുധനാഴ്ച നടക്കുന്ന രോഗസൗഖ്യാരാധനയുടെ ഒരു ഒരുക്കമായിട്ടുള്ള ഒരു പാപപരിഹാര പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപപരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഓർക്കുകയാണ്, എന്താണ്, വീണ്ടും സണ്ണിച്ചേട്ടനെ കുറിച്ചാണ് ഓർക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം സണ്ണിച്ചേട്ടൻ ധ്യാനത്തിന് പോയപ്പോൾ ധ്യാനഗുരു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടിയും പാപങ്ങൾക്ക് പരിഹാരവുമായിട്ട് ഒരു ദിവസം ഒരു നേരം ഈ ആഴ്ചയിൽ അത് മതി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ സണ്ണിച്ചേട്ടൻ നോക്കി കഴിഞ്ഞപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇറച്ചിയാണ്. നമുക്കൊക്കെ അല്ലേ, ഇറച്ചിയാണോ മീനാണോ ഇഷ്ടം? ഇറച്ചി. ഹല്ലേലൂയ. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം ഒരു 10-15 കൊല്ലം മുമ്പല്ലേ വിളിച്ചു ചേച്ചി, അല്ലേ? 10-20 കൊല്ലം മുമ്പ് ഒരു ധ്യാനത്തിന് പോയപ്പോ കേട്ടതാ. അങ്ങനെ ഒരു നേരം പരിഹാരമായിട്ട് ചെയ്തു പോയ പാപത്തിന് പരിഹാരമായിട്ട് ഒരു നേരം ഇറച്ചി ഉപേക്ഷിച്ചതാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ 20 കൊല്ലം സണ്ണിച്ചേട്ടൻ ഇറച്ചി കൂട്ടിയിട്ടില്ലായില്ല. കൈയടിച്ച് കർത്താവിന്, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മെസ്സേജ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ അച്ഛൻ്റെ വീട്ടിൽ ചെല്ലുമ്പോ വലിയ മീനൊക്കെ ഉണ്ടാവും. നമ്മുടെ പുഴയിൽ നിന്ന് പിടിക്കുന്ന വലിയ മീൻ, കാശ് കൊടുത്ത് മേടിക്കുന്നൊന്നുമല്ല. ഹല്ലേലൂയ. അപ്പോൾ നല്ല ഫ്രഷ്. അപ്പൊ വലിയ മീനുണ്ടെങ്കിൽ സണ്ണിച്ചേട്ടൻ വലിയ മീൻ എടുക്കുകയില്ല. ഏറ്റവും ചെറിയ കൊഴുവ നത്തോലി ഉണ്ടോന്ന് നോക്കും. ഹല്ലേലൂയ. അത് ഒരു പാപപരിഹാരമായിട്ട് ചെയ്തതാണ്. പിന്നെ നിങ്ങളൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടെ അച്ഛൻ പറയാം. സണ്ണിച്ചേട്ടൻ എല്ലാ വർഷവും നോമ്പ് കാലത്ത് ചെരുപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പാപപരിഹാരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ നോമ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ആഷ് വെനസ്ഡേ മുതൽ ഉയർപ്പ് ഞായർ വരെ ചെരുപ്പ് ഉപയോഗിക്കുകയുണ്ടായിരുന്നില്ല. അച്ഛൻ വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങള് എല്ലാ വർഷവും ഒറീസയിൽ പോകുമ്പോഴും ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടാണ് ഒറീസ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ ചെരുപ്പ് എവിടെ ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പള്ളിയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയും. ഏത് പള്ളിയിലാണ്? പള്ളിയിൽ. ഹല്ലേലൂയ. അതിനുശേഷം 2 വർഷം മുമ്പ് അങ്ങനെ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് പോയി. തിരിച്ചിവിടെ വന്നിട്ടും 2 കൊല്ലം ചെരുപ്പിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എവിടെ ചെരുപ്പ് എന്തെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് കിടക്കുന്നുണ്ടെന്ന് പറയും. ഒരിടത്തും കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപപരിഹാരമായി ഈശോയുടെ ഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമായതുപോലെ നമ്മളുടെ അനുദിന ജീവിതത്തിലും ആരും അറിയാതെ നമുക്ക് കുറെ പ്രാശ്ചിത്ത പ്രവർത്തികൾ, പരിഹാര പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പരിഹാരം ചെയ്യുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. ഹല്ലേലൂയ. അവസാനമായി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത് ഈശോയുടെ ഹൃദയം അഭയവും ആശ്വാസവും നൽകുന്ന ഹൃദയമാണ് എന്നാണ്. ഹല്ലേലൂയ. ഈശോ അഭയം നൽകിയതിന്റെ കഥകളാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് 7ാമത്തെ ഒരു ക്വാളിറ്റിയാണ്. ഈശോയുടെ ഹൃദയം സമാധാനത്തിന്റെ ഉറവിടമാണ് എന്നുള്ളതാണ്. ഈശോയുടെ ഹൃദയം എന്താണ്? സമാധാനത്തിന്റെ ഉറവിടമാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിനക്ക് ആശ്വാസം തരാം, സമാധാനം തരാം. ഈശോയെ കുറിച്ച് പറയുന്നത് ഈശോ സമാധാനത്തിന്റെ രാജാവാണ് എന്നാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, വചനമെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. അത് അനങ്ങിയിട്ടുണ്ടോ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ തിരുവചനം വായിക്കാം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട,
നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഹല്ലേലൂയ. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നത് എന്താണ്? സമാധാനമാണ്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് വാഗ്ദാനം ചെയ്ത തിരുഹൃദയ ഭക്തിയുമായി ബന്ധപ്പെട്ട് ഈശോ വാഗ്ദാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകമാണ്, ഒരു വാഗ്ദാനമാണ്. എന്നെ വണങ്ങുന്ന കുടുംബങ്ങളിൽ എന്തുണ്ടാകും? സമാധാനമുണ്ടാകുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ശാശ്വതമാണ്. ആരും നിന്നിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പത്രത്തിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി, നിങ്ങൾ എടുത്ത ലോട്ടറി. ഏത് ലോട്ടറി? ഓണം ബമ്പർ വരികയല്ലേ? ഓണം ബമ്പർ എടുത്തത് നിങ്ങൾക്ക് അടിച്ചു എന്ന് നിങ്ങൾക്ക് വാർത്ത കിട്ടി. നിങ്ങൾ പത്രത്തിൽ നോക്കിയൊന്നും കണ്ടുപിടിച്ചതല്ല. ഇപ്പൊ അങ്ങനെയാണ്, മെസ്സേജ് വരും, നിങ്ങൾ എടുത്ത നമ്പറിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു. മൊബൈലിൽ മെസ്സേജ് കിട്ടി. എത്ര കോടിയാണ്? 30 കോടി. ഹല്ലേലൂയ. 30 കോടി അടിച്ചു എന്ന് മൊബൈലിൽ വാർത്ത കിട്ടിയപ്പോൾ തുള്ളിച്ചാടാൻ തോന്നി. സത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടി, കറക്റ്റ് കിട്ടി, സന്തോഷമായി. കടമൊക്കെ മാറി, വീടൊക്കെ പണിയണം, സ്ഥലമൊക്കെ മേടിക്കണം, എന്റെ കർത്താവ് എന്തൊക്കെ ചെയ്യണം, സന്തോഷമായി. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ ടിക്കറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ടിക്കറ്റ് നോക്കിയിട്ട് കാണുന്നില്ല. സമാധാനം. ഒരു ദിവസം അപ്പൊ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. ടിക്കറ്റ് എവിടെ? ഒരു ദിവസമായിട്ട് നോക്കിയിട്ട് കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? അല്ല, ലോട്ടറി മാത്രമല്ല അടിക്കുന്നത്, ഭർത്താവും അടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവര്, അതാണ് ലോകത്തിന്റെ സമാധാനം അല്പനേരത്തേക്കേ ഉള്ളൂ. ഈശോയോട് ചേർന്ന് നിന്നാൽ എന്ന് വിചാരിച്ചപ്പോ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഈ ലോകത്തിലുള്ള എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞു നോക്കാം. എന്തുണ്ടാകണം? ഈശോയോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ആ തിരുഹൃദയത്തിൽ നമ്മൾ ചെന്ന് കൂടുകൂട്ടണം. നമ്മൾ കൂടുകൂട്ടേണ്ടത് അവിടെയും ഇവിടെയുമല്ല, ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ കൂടുകൂട്ടി പാർക്കണം. ഹല്ലേലൂയ എന്ന് വിചാരിച്ച് ഈശോയോട് ചേർന്ന് നിന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണോ അർത്ഥം? ആണോ? അല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണോ പ്രശ്നങ്ങൾ കൂടിയതെന്ന് പറയുന്ന ആളുകൾ. അത് ശരിയാണെന്നോ? അത് ശരിയല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനം വായിക്കാം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴും ഈ ഭൂമിയിൽ നമുക്ക് എന്തുണ്ടാകും? ഞെരുക്കമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയോട് ഒട്ടിച്ചേർന്ന് ജീവിച്ച പൗലോസിന് എന്തുണ്ടായി? ഞെരുക്കമുണ്ടായി. ഞെരുങ്ങി അവസാനം കൊച്ചിന്റെ എന്തുപോയി? തല പോയി. കൊച്ചെന്ന് പറഞ്ഞ പൗലോസിന്റെ. പൗലോസിന്റെ ശിരസ് ചക്രവർത്തി മുറിച്ച് താഴെയിട്ടു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.
ഈ ലോകത്തിൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ, നിങ്ങൾ വലിയ ആത്മീയമായിട്ട് ചിന്തിക്കണ്ട, നോർമലായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും നോർമൽ അല്ലേ? ആണോ? അതെ, നാച്ചുറലായിട്ട് ചിന്തിച്ചാൽ മതി. നമുക്ക് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അപകടം ഏതാണ്? ഒരു ആക്സിഡന്റ് നടന്നു. ഏറ്റവും സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? കൈ പോവാന്നുള്ളതാണോ? കാല് പോവാന്നുള്ളതാണോ? എന്താണ്? മരിച്ചു പോവാന്നുള്ളതാണ്, അല്ലേ? ഒരാൾ മരിച്ചുപോയി, അപ്പൊ ചെന്ന് പറയാണ്, അയ്യോ ഇതിലും വലുത് എന്തോ വരാനിരുന്നേച്ചാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മരണമാണ്. പക്ഷെ ഈശോ പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ആ മരണത്തെ പോലും കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയുടെ മുൻപിൽ മരണം പോലും ഒരു പ്രശ്നമല്ല. ഈശോ പറയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അപകടമല്ല, മരണം പോലും ഒരു പ്രശ്നമില്ല. സമാധാനത്തിലേക്ക്, മരണത്തിൽ പോലും ഞാൻ നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ പ്രശ്നത്തെ അതിജീവിക്കാൻ ശക്തി കിട്ടും. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം വായിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയ. അതായത് ഈശോയുടെ ഹൃദയത്തിലുള്ള സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നമ്മുടെ ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനം. നമ്മുടെ ചിന്തയും ധാരണയും എന്താണ്? നമുക്കെപ്പോ സമാധാനം കിട്ടുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. രോഗം മാറിയ സമാധാനമാവും, അല്ലേ? ആവോ? അതാണ് നമ്മുടെ ഒരു ധാരണ. അല്ലെങ്കിൽ മകന്റെ കല്യാണം ഉണ്ടല്ലോ ചേച്ചി, അത് നടന്ന സമാധാനമാവും. കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. അതാണ് ഈ ധാരണയുടെ സമാധാനം എന്ന് പറയുന്നത്. കുറെ നാളായി ചേച്ചി മകന്റെ കല്യാണം നടക്കുന്നില്ല ചോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കല്യാണം ഒന്ന് നടന്ന എനിക്ക് സമാധാനമായി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതാണ് ധാരണ. ഈശോ പറയാണ്, വചനം പറയാം, അങ്ങനെ ഓരോ കാര്യത്തിലുണ്ട്. മക്കളായാൽ ഇന്നലെ ഒരു സഹോദരി വന്നിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, സഹോദരന്റെ പെങ്ങൾക്ക് 5 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 9 ദിവസം മുമ്പ്, കഴിഞ്ഞ വർഷം കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ തിരുനാളിന് മുമ്പ് ഇപ്പോ ഇന്നത്തേക്ക് 10 ദിവസമായി ഒരു കുഞ്ഞിനെയും കൈപിടിച്ച് ഇരുന്നുകൊണ്ടാണ് തിരുനാൾ കൂടാൻ പോകുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോ ജനിച്ചിട്ട് ഇപ്പൊ 10 ദിവസം ആയിട്ടുള്ളൂ. മൈസൂരിൽ നിന്ന് ഇവിടെ വരെ വരണ്ടേ. അച്ഛൻ പറഞ്ഞു തിരുനാൾ ഓൺലൈനിൽ കൂടിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സമാധാനമായോ? അതാണ് നമ്മുടെ ധാരണയുടെ സമാധാനം. പക്ഷേ ഈ ധാരണ അതിലംഘിക്കുന്ന സമാധാനമുണ്ട്. അതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. കല്യാണം നടന്നിട്ടില്ലെങ്കിലും, കുഞ്ഞായിട്ടില്ലെങ്കിലും, കടബാധ്യത മാറിയിട്ടില്ലെങ്കിലും ഇതാ ഒരു സമാധാനം ഈശോയുടെ ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് എന്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതാണ് ധാരണയെ അതിലംഘിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മൾ ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചാൽ
അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, വിസ വന്നിട്ടില്ല, ആകുലരാകണ്ട. പിന്നെ എന്ത് ചെയ്യും? പറയാം ഹല്ലേലൂയ. അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടില്ല, PSC ലിസ്റ്റ് ക്യാൻസൽ ആവാൻ പോകുന്നു, വിഷമിക്കണ്ട. അല്ലെങ്കിൽ രോഗം മാറിയിട്ടില്ല, പ്രശ്നങ്ങൾ മാറി, പരീക്ഷ ജയിച്ചിട്ടില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈശ പറയാണ്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. യാചനകൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്? കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുവിൻ. നന്ദി പറഞ്ഞുകൊണ്ട്. എന്തിന് നന്ദി പറയണം? ഇന്നുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യാചനകൾ അർപ്പിക്കുവിൻ. അയ്യോ 10 എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ല. കർത്താവേ, ഞാനായിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തെ ഓർത്ത്, നിന്റെ സ്നേഹത്താൽ നീ എനിക്ക് തന്ന ജീവനെ ഓർത്ത്, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ രൂപപ്പെടുത്തിയതിനെ ഓർത്ത്, എനിക്ക് തന്ന കുടുംബത്തെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത്, കുടിക്കുന്ന ജലത്തെ ഓർത്ത്, ശ്വസിക്കുന്ന വായുവിനെ ഓർത്ത്, ധരിക്കുന്ന വസ്ത്രത്തെ ഓർത്ത്, താമസിക്കുന്ന ഭവനത്തെ ഓർത്ത്, സഞ്ചരിക്കുന്ന വാഹനങ്ങളെ, കടന്നു പോകുന്ന വഴികളെ, കാണുന്ന കാഴ്ചകളെ, കേൾക്കുന്ന കേൾവികളെ, അനുഭവിക്കുന്ന സ്നേഹത്തെ എല്ലാം ഓർത്ത്, കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അമ്മത്രേച്ചി പറഞ്ഞു, നന്ദി, നമ്മൾ ഏത് കാര്യത്തെ ഓർത്താണ് നന്ദി പറയുന്നത്, ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വീണ്ടും വീണ്ടും നൽകും. നന്ദി പറയുന്നവരെ അനുഗ്രഹിക്കാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, നന്ദി പറയുന്നവരെ അനുഗ്രഹിക്കാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളും അങ്ങനെയാണ് അല്ലേ? നമ്മളിൽ നിന്ന് ഒരാൾ ഒരു കാര്യം സ്വീകരിച്ചു, അതിന് അയാള് നന്ദി പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? വീണ്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ തോന്നും? സഹായിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ഒരാൾക്ക് കുറേ പൈസ കൊടുത്തു. എത്ര രൂപയാണ്? 50 രൂപ. ഹല്ലേലൂയ. ഒരു 5000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോ അല്ലെങ്കിൽ ഒരു 10,000 കൊടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുത്തു എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, വിചാരിക്കാനല്ലേ. അപ്പൊ എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അയാൾ വന്നിട്ട് പറയാം, 1 ലക്ഷം തന്നിരിക്കുന്നു. എന്തിനു കൊള്ളാം? തന്റെ 1 ലക്ഷം ഒന്നിനും ഉപകരിച്ചില്ല, അതുകൊണ്ട് ഒന്നും ആയില്ല, തരുമ്പോ ഇത്തിരി മര്യാദക്ക് തന്നൂടെ എന്ന് നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കേ. നമ്മൾ വീണ്ടും ഒരു 5-6 ലക്ഷം കൂടി എടുത്തു കൊടുക്കുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമ്മളുടെ അടുത്ത് നിന്ന് ഒരാൾ 50 രൂപ മേടിച്ചോണ്ട് പോയി. അയാള്, അച്ഛാ 50 രൂപ ഭയങ്കര ഗുണമായിട്ടോ അച്ഛാ, ഒന്നും പറയണ്ട. അതുകൊണ്ട് എന്തൊക്കെ നടന്നെന്നറിയാമോ? എന്ത് നടക്കാൻ നമുക്കറിയാം, ഒന്നും നടക്കുമല്ലോ. പക്ഷെ നന്ദി പറഞ്ഞു വിചാരിക്കും. അപ്പൊ നമുക്ക് തോന്നും ഇയാൾക്ക് ഒരു 100 രൂപയും കൂടി തോന്നുമോ? ഇല്ലയോ? യെസ്, അത് മതി. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ അതുകൊണ്ട് വചനം പറയാണ് 4:6, ഫിലിപ്പി 4:6, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛാ ഓരോ ദിവസവും ബോണസാണ്, ഓരോ ദിവസവും ഇത് ഒരു ദിവസം കിട്ടിയത് തന്നെ ഭാഗ്യം.
ഇത് നന്ദിയാണ്. നന്ദിയല്ലാതെ ഒന്നും ചൊല്ലാനില്ല, നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല, നന്ദി മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. മനോഹരമായൊരു പാട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ അങ്ങനെ നന്ദി പറഞ്ഞ് കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ സമാധാനം ഒഴുകിയെത്തും. ആ സമാധാനമാണ് ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇന്നുള്ള കാര്യങ്ങളെ ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഭിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറയും. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവിൽ അപ്പൊ നന്ദി പറയുമ്പോൾ ഈശോയുടെ സമാധാനം നിറയും. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ സമാധാനം നിറയും. യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. യെശയ്യാ 41:10 വളരെ പരിചിതമായിട്ടുള്ളൊരു വചനഭാഗമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കർത്താവിൽ ആശ്രയിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഏജൻസിക്കാര് നിന്നെ പറ്റിച്ചു. 3 പ്രാവശ്യം പറ്റിച്ചു. ആദ്യം കാനഡയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, പിന്നീട് യൂറോപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, ഇപ്പോൾ സിംഗപ്പൂര് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. പറ്റിക്കപ്പെടാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ജീവിക്കുന്നില്ല. പ്രിയപ്പെട്ട കുഞ്ഞെ, മറ്റുള്ളവർ നിന്നെ പറ്റിച്ചു എന്ന് കരുതി നീ വിഷമിക്കണ്ട. നീ തന്നെ നിന്നെ പറ്റിക്കാതിരുന്നാ മതി. നീ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരൻ 30 വയസ്സുള്ള ഒരു പയ്യനാണ്. വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവൾ എന്റെ കാശ് മുഴുവൻ അടിച്ചെടുത്തു. അച്ഛൻ ചോദിച്ചു, എത്ര പോയി? ഒരു 2-2.5 ലക്ഷം രൂപ പോയി. ഇപ്പൊ എന്താണ്? ഇപ്പൊ എന്നെ ബ്ലോക്കാക്കി ഇരിക്കുകയാണ്. ട്രാക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അച്ഛൻ ഒന്നും പറയുന്നില്ല, കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. ഭയപ്പെടണ്ട, കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. നീ എന്നിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആശ്രയിച്ച് സമാധാനം നഷ്ടപ്പെടുത്തിയ ഒരു 5 പേരുടെ പേര് അച്ഛൻ പെട്ടെന്ന് പറയാം. ലോകത്തിൽ ആശ്രയിച്ച് സമാധാനം കളഞ്ഞു കുളിച്ച ഒരു 5 ആളുകളെ പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ആള് ഒരു രാജാവായിരുന്നു. സോളമൻ എന്നാണ് അയാളുടെ പേര്. ദാവീദ് മഹാരാജാവിന്റെ മകനായി പിറക്കുകയും ലോട്ടറി അടിച്ചതുപോലെ സിംഹാസനം കിട്ടി രാജ്യത്തിന്റെ അധിപനായി മാറുകയും അളവറ്റ വിധത്തിൽ സമ്പത്ത് ഉണ്ടാവുകയും ജ്ഞാനമുണ്ടാകുകയും, സോളമനെ പോലെ ജ്ഞാനിയായും പണമുള്ളവനായും അധികാരമുള്ളവനായും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ സോളമൻ എന്തോരം സന്തോഷം, എന്തോരം സമാധാനം അല്ലേ? കാശിന് കാശ്, അറിവിന് അറിവ്, സൈന്യബലത്തിന്
സൈന്യബൽ, ആരോഗ്യത്തിന് ആരോഗ്യം, സൗന്ദര്യത്തിന് സൗന്ദര്യം, അങ്ങനെ പണത്തിന് പണം എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോ ഇയാൾ എന്ത് ചെയ്തെന്നറിയാവോ? നമ്മൾ വായിക്കുകയാണ് 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1 മുതൽ ഇങ്ങനെയാണ്. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം മുതൽ. 1 രാജാക്കന്മാർ എന്ന് പറഞ്ഞ മനസ്സിലായോ? ഇല്ല. രാജാക്കന്മാർ, ഈ 1 രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു പുസ്തകമാണ്. ഓക്കെ, ചേച്ചി ഇങ്ങനെ ഇരിക്കാം. 1 രാജാക്കന്മാർ, യെസ്, ബൈബിളിലെ ഒരു പുസ്തകത്തിന്റെ പേരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പുസ്തകത്തിലെ 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. എന്തിനു വേണ്ടിയാണ്? കുറച്ചുകൂടി സമാധാനം ഉണ്ടാവട്ടെ. കർത്താവിൽ നിന്ന് കിട്ടിയ സമാധാനം പോരാ. അയാൾ എന്ത് ചെയ്യാണ്? സമാധാനം അന്വേഷിച്ച് വിദേശ, നാട്ടിലുള്ള പെണ്ണുങ്ങളും പോരാ, വിദേശ ഫോറിനേഴ്സിനെ അന്വേഷിച്ചു പോവുകയാണ്. വിദേശ വനിതകളെ പ്രേമിച്ചു. തുടർന്ന് വായിച്ചേ. ഫറവോയുടെ മകളെയും മോവാബ്യർ, അമോന്യർ, എദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. ഇങ്ങനെ ഭാര്യമാരായി സ്വീകരിച്ചത് സോളമൻ ഒരു പ്രത്യേക ബുദ്ധിയുണ്ട്. എന്താണെന്നറിയാവോ? ഫറവോയുടെ മകളെ പോയി കല്യാണം കഴിച്ച് അവിടെ ബന്ധുക്കാരനായാൽ പിന്നെ ഫറവോ വന്ന് നമ്മളെ ആക്രമിക്കുകയില്ല. ഇല്ലേ? മരുമകനെ ചെന്ന് അമ്മായിപ്പൻ ആക്രമിക്കോ? ഇല്ല. അപ്പൊ അവിടെ സമാധാനമായി. ഇനി പിന്നെ ആക്രമിക്കാൻ സാധ്യതയുള്ളത് എദോമ്യരാണ്, മോവാബ്യരാണ്, അമോന്യരാണ്. അവിടെ നിന്ന് എല്ലായിടത്തുനിന്നും കല്യാണം കഴിച്ചിപ്പോ എല്ലായിടത്തും സോളമൻ ആരായി? എവിടെ ചെന്നാലും സോളമൻ ബന്ധുക്കാരനാണ്. എവിടെ ചെന്നാലും സോളമൻ അളിയനുണ്ട്. അളിയന്മാരും അമ്മായപ്പന്മാരും അമ്മായിയമ്മമാരും. അപ്പൊ ഇനി നമുക്ക് സമാധാനമായി. ഹല്ലേലൂയ. സോളമൻ കർത്താവിൽ സമാധാനം കണ്ടെത്താതെ തന്റെ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ച് ശരീരത്തിന്റെ ഒരു സമാധാനം, അതുപോലെ രാജ്യത്തിന്റെ സമാധാനമൊക്കെ ചിന്തിച്ചിട്ട് ലോകത്തിൽ സമാധാനം അന്വേഷിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും എന്ന് അവരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. സോളമന് കർത്താവിന്റെ വചനത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഈ ആളുകളായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ബാക്കി എഴുതിയിരിക്കുകയാണ്, അവന് രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും. അപ്പൊ മൊത്തം 700 300 എത്രയായി? 1000. തിരിച്ചറിയൽ പരേഡ് നടത്തിയാൽ പോലും പ്രയാസമായിരിക്കും. അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. ഇവൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? സമാധാനം അന്വേഷിച്ചു പോയതാണ്. പലരും പല കുഴികളിലും ചെന്ന് ചാടിയത് സമാധാനം അന്വേഷിച്ചു പോയതാണ്. ഒരു സഹോദരി ഭർത്താവിനോടൊന്നും പറയാതെ ഓൺലൈനിൽ ട്രേഡിംഗ് നടത്തി കാശുണ്ടാക്കി. ഒരു ദിവസം ഭർത്താവിനെ വിസ്മയിപ്പിക്കണം, സർപ്രൈസ് കൊടുക്കണം. ദേ ചേട്ടാ, ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞില്ല, കുറേശ്ശെ കാശ് ട്രേഡിങ്ങിന് വേണ്ടി കൊടുത്തു. ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അവസാനം ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി, കൂട്ടുകാരുടെ നിന്നും കാശ് മേടിച്ചിട്ടു. ഇപ്പോ നിൽക്കക്കള്ളി ഇല്ലാതെയായി. 70 ലക്ഷം രൂപ 70 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് ഭർത്താവിനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോ തുറന്നു പറഞ്ഞു. സമാധാനം അന്വേഷിച്ച് ഓൺലൈനിൽ കളികൾക്ക് വേണ്ടി പോയതാണ്. ഇപ്പോ സമാധാനം പോയി. ഇവിടെ സോളമൻ സമാധാനം അന്വേഷിച്ചു പോയതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അവസാനം സോളമന്റെ അന്ത്യം ദാരുണമായിരുന്നു. സോളമൻ ഒന്നുമില്ല അല്ലാത്തവനായി മരിച്ചു.
അവനുശേഷം അവന്റെ പ്രവർത്തികൾ മൂലം രാജ്യം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യത്തില് കർത്താവ് പറയാണ്, നിന്റെ മനസ്സിങ്ങനെ തിരിയുകയും എന്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രന് വീട്ടിൽ എന്തിന്റെ കുറവുണ്ടായിട്ടാണ് അവൻ വീട് വിട്ടിറങ്ങിപ്പോയത്? കുറെ കൂടി സമാധാനം ലോകത്തിൽ കിട്ടും, ഈ അപ്പന്റെ കൂടെ താമസിച്ച് എനിക്ക് മടുത്തു. അപ്പം കാലത്ത് എഴുന്നേക്കാൻ പറയും, പള്ളിയിൽ പോകാൻ പറയും, പ്രാർത്ഥിക്കാൻ പറയും, നേരെ ചൊവ്വേ ജീവിക്കാൻ പറയും. ഇപ്പൊ കാലുമ്മ കാല് കയറ്റിയിട്ടാണ് TV കണ്ടുകൊണ്ടിരിക്കണേ, എടാ കാലുമ്മ കാല് കയറ്റി ഇങ്ങനെ TV കാണല്ലേ എന്ന് പറയും, അത് ചെയ്യല്ലേ എന്ന് പറയും, ഇത് അമ്മ പറയും. അപ്പൊ അങ്ങനെ മടുത്തു, ഈ വീട്ടിൽ താമസിച്ച് മടുത്തു. എനിക്ക് തരാനുള്ളത് തന്നേക്ക്, ഞാൻ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കട്ടെ, ഇത്തിരി സ്വൈര്യം താ. അങ്ങനെ സമാധാനം തേടി കൊച്ചു പോയതാണ്. ധൂർത്തപുത്രൻ അങ്ങനെയാണ് സമാധാനം തേടി പോയത്. ചില ആളുകൾക്ക് അപ്പം പറയുന്നത് സമാധാനക്കേട്, അമ്മ എന്തെങ്കിലും ഉപദേശം കൊടുത്ത സമാധാനക്കേട്, അമ്മയുടെ ഉപദേശം മൂലം ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല, സമാധാനക്കേട്. ഹല്ലേലൂയ. അപ്പോ പറഞ്ഞു വന്നത്, സമാധാനം തേടി ധൂർത്തപുത്രൻ പോയി കൂട്ടുകാരുടെ കൂടെ കൂടി കള്ളു കുടിച്ചു, അതുപോലെ വ്യഭിചാരം ചെയ്തു, പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തു. അവസാനം അവൻ എവിടെ ചെന്നെത്തി? പന്നിക്കൂട്ടിൽ ചെന്നെത്തി. വീട്ടിൽ കിട്ടുന്ന സമാധാനം പോരാതെ ഈ ലോകം തരുന്ന സമാധാനത്തിന് പിറകെ പോയി ഒടുവിൽ ചെന്നെത്താൻ പോകുന്നത് പന്നിക്കൂട്ടിലായിരിക്കും. പന്നിക്കൂട്ടിലെ തവിടെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി വില കൂടിയ തവിടാണ്. അതിന് കഞ്ചാവിന്റെ മണമുണ്ടാകും, ഹാൻസിന്റെ മണമുണ്ടാകും, പുകയില ഉൽപ്പന്നങ്ങളുടെ മണമുണ്ടാകും, മദ്യത്തിന്റെ മണമുണ്ടാകും. അങ്ങനെ മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ മണമുള്ള തവിട് അവിടെ വരെ എത്തി. സമാധാനം കിട്ടിയില്ലല്ലോ. അതാണ് രണ്ടാമത്തെ ഒരാള്. ബൈബിളിൽ പറയുന്ന സമാധാനം തേടിപ്പോയ മറ്റൊരാളുടെ പേര് യൂദാസ് എന്നാണ്. ഇയാൾ വിചാരിച്ചു എനിക്ക് കാശായാൽ ഓക്കെ ആകും, 30 വെള്ളിക്കാശ്, ചെറിയ സംഖ്യയല്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കും. 30 വെള്ളിക്കാശ് അവൻ വാങ്ങിയത്, ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് അവൻ വാങ്ങിയത് തനിക്ക് എന്തെങ്കിലും സുഖമുണ്ടാകുമെന്ന് കരുതി തന്നെയോ? എനിക്ക് ഇനിയും ആളായിട്ട് ജീവിക്കാം, എനിക്ക് കാശുണ്ടല്ലോ, എനിക്ക് വലിയൊരാളായിട്ട് ജീവിക്കാം എന്ന് കരുതി അവൻ കയ്യിൽ പിടിച്ചിരുന്ന വെള്ളിക്കാശ് അവൻ ഒടുവിൽ ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിത്തൂങ്ങിച്ചത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമാധാനം തേടിപ്പോയതാണ്. ഗുരുവിനെ ഒറ്റിക്കൊടുത്താൽ എനിക്ക് സമാധാനം കിട്ടും എന്ന് കരുതിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മെ വളർത്തി വലുതാക്കിയവരെ ഒറ്റിക്കൊടുത്താൽ എനിക്ക് സമാധാനം കിട്ടും എന്ന്, എന്നെ അവരെ ഇല്ലാതെയാക്കിയാൽ പിന്നെ ഞാനായിരിക്കുമല്ലോ വലിയ ആൾ എന്ന് കരുതുന്ന എന്ന മനോഭാവം, അങ്ങനെ സമാധാനം തേടാൻ പോവാണ്. ഇനി ഇത് മുഴുവൻ 3 ആണുങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്, ഒരു പെണ്ണിനെ കുറിച്ചെങ്കിലും പറയണ്ടേ? സ്ത്രീ സംവരണമുള്ള കാലമാണ്. 30% കൊടുത്തിരി, 50 ആണല്ലേ? ഹല്ലേലൂയ. 3 പേരെ പറഞ്ഞ സ്ഥിതിക്ക് സമരിയാക്കാരി സ്ത്രീയുടെ കഥയും സമാധാനം തേടിപ്പോയ ഒരാളുടെ കഥയാണ്. സമാധാനം തേടിപ്പോയ ഒരു സഹോദരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് 2 മക്കളും ഒരു ഭർത്താവും ഉണ്ടായിരുന്നൊരു കാലത്ത് വേറൊരാളുമായി ഇഷ്ടം തോന്നുകയും അയാളുടെ കൂടെ പോവുകയും ചെയ്തു. അങ്ങനെ അയാളുടെ കൂടെ ജീവിച്ചു, 10 വർഷം ജീവിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വീണ്
തളർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. കഴിഞ്ഞ 10 കൊല്ലമായി ഭർത്താവ് തളർന്നു കിടക്കുകയാണ്. അവര് പറഞ്ഞു, ഞാനൊരു ഹോം നേഴ്സിനെ പോലെ, അവർക്ക് മക്കളുമില്ല, ആരുമില്ല, ഹോം നേഴ്സിനെ പോലെ ഈ ഭർത്താവിനെ കഴിഞ്ഞ 10 കൊല്ലം ശുശ്രൂഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി എന്തു വേണം? ഭർത്താവിന് ബെഡ്സോറായി. അങ്ങനെ ഇപ്പോ മരിക്കുന്നുമില്ല, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനില്ല, മരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്ത് നോക്കി പോയതാണ്? സമാധാനം നോക്കി പോയതാണ്. എന്നിട്ട് സമാധാനം കിട്ടിയോ? ഇല്ല. സമരിയാക്കാരി സ്ത്രീ അങ്ങനെ സമാധാനം തേടി 5 ഭർത്താക്കന്മാര് കഴിഞ്ഞു. 6ാമത്തെ ആളുമായി അവിടെയും സമാധാനമില്ലാത്ത സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ലോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം. ലോത്ത് അബ്രഹാമിന്റെ കൂടെയായിരുന്നു, സഹോദരന്റെ പുത്രനായിരുന്നു. അവസാനം ലോത്ത് പറഞ്ഞു, എനിക്ക് ഇനി അമ്മാവന്റെ കൂടെ താമസിക്കാൻ പറ്റുകയില്ല, താല്പര്യമില്ല, നമുക്ക് വേർപിരിയാം, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് അമ്മാവൻ വരരുത്. ഹല്ലേലൂയ. അപ്പൊ അമ്മാവൻ വളരെ ജനറസ് ആയിട്ടുള്ള അമ്മാവൻ അബ്രഹാം പറഞ്ഞു, ദേ ഇടത്തുണ്ട് വലത്തുണ്ട്, നീ എങ്ങോട്ട് വേണേലും പോയിക്കോ. ലോത്ത് നോക്കിയപ്പോ നല്ല കനന്തേശമൊന്നുമല്ല, ലോത്ത് നോക്കിയപ്പോ നല്ല പച്ചപ്പുള്ള സ്ഥലം, സമൃദ്ധമായിട്ട് വെള്ളമുള്ള സ്ഥലം, കാശുണ്ടാക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ലോത്ത് സോദോം ഗൊമോറയിലേക്ക് പോയി. ബാക്കി കഥ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ പിന്നീട് സംഭവിച്ചത് നമുക്കറിയാവുന്ന കഥയാണ്. അവിടെ വലിയ നഷ്ടങ്ങളുണ്ടായി. അവനെല്ലാം വിട്ടെറിഞ്ഞ് എന്ത് ചെയ്യേണ്ടി വന്നു? തന്റെ 2 മക്കളെയും ഭാര്യയെയും കൂട്ടി അവിടെ ഒന്നുമില്ലാത്തവനായി, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായി ആ സമ്പത്തിന്റെ ദേശത്ത് നിന്ന്, സമൃദ്ധിയുടെ ദേശത്ത് നിന്ന് ഇവനൊരു മലമുകളിലെ ഗുഹയിലേക്ക് ഓടേണ്ട വന്നു. ഓടുന്ന ഓട്ടത്തില് ഭാര്യ ഉപ്പുതൂണായി പോവുകയും ചെയ്തു. സമാധാനം തേടിപ്പോയതാണ്, ഒന്നുമില്ലാത്തവനായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം നമുക്ക് ലോത്തിന്റെ ചരിത്രം വളരെ സങ്കടകരമായ ഒരു ചരിത്രമാണ്. മക്കള് തന്നെ അപ്പന് മദ്യം കൊടുത്ത് കുടിപ്പിച്ചിട്ട് മക്കള്, 2 പെൺമക്കള് അപ്പന്റെ കൂടെ ശയിക്കുകയും അപ്പനിൽ നിന്ന് അവർക്ക് മക്കള് പിറക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വലിയൊരു ദുരന്ത കഥയായി ലോത്തിന്റെ ജീവിതകഥ മാറുകയാണ്. സമാധാനം തേടി സ്വന്തം വഴി അന്വേഷിച്ചു പോയതാണ്, അല്ലേ? എല്ലാവരും വിദേശത്ത് പോകാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം, സമാധാനം തേടി പോവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിശ്ചയിച്ചിട്ടില്ലാത്ത വഴികളിൽ നമ്മൾ സമാധാനം തേടിപ്പോയാൽ നമ്മൾ അവസാനം ചെന്നെത്തുന്നത് ഈ സോദോം ഗൊമോറ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ഈശോയുടെ മുൻഗണന ആത്മീയ ജീവിതത്തിനായിരുന്നു. നമ്മുടെ മുൻഗണന എന്തിനാണ്? വിദേശത്ത് പോകുമ്പോ അവിടെ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും വചനം കേൾക്കാനും ഒക്കെ അവസരമുണ്ടാകുമോ എന്ന മുൻഗണനയാണോ? അങ്ങനെ ഒരു മുൻഗണന വെച്ചിട്ടാണോ എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുന്നത്? ആണോ? ആത്മാവ് ഇത്തിരി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കാശ് പോരട്ടെ. പിള്ളേർക്ക് പഠിക്കാൻ കാറ്റഗിസം ഒന്നും ഉണ്ടാവില്ല, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാശുണ്ടാവട്ടെ, വീടുണ്ടാവട്ടെ, പള്ളിയിൽ പോകാനും ധ്യാനത്തിനൊന്നും അതിപ്പോ ഉണ്ടായിട്ടാണോ എല്ലാവരും ജീവിക്കുന്നത്? നിന്റെ മുൻഗണന എന്തിനു വേണ്ടിയാണെന്ന് എപ്പോഴും കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ സമാധാനം അന്വേഷിക്കാതെ
മറ്റു പലതിലും സമാധാനം അന്വേഷിച്ചാൽ നമ്മൾ അവസാനം ചെന്നെത്തുന്നത് ആ ധൂർത്തപുത്രൻ ചെന്നെത്തിയതുപോലെ, സോളമൻ ചെന്നെത്തിയതുപോലെ, സമരിയാക്കാര് ചെന്നെത്തിയ പോലെ, ലോത്ത് ചെന്നെത്തിയതുപോലെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം തരുന്ന സമാധാനം അത് പരിശുദ്ധാത്മാവിന്റെ സമാധാനമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. എന്നാൽ എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈശോ തരുന്ന സമാധാനം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സമാധാനമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ സമാധാനം കണ്ടെത്തിയ ഒരു 5 പേരെ കൂടെ പറഞ്ഞ് അച്ഛൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാം എന്ന് പറയാം. ഹല്ലേലൂയ. ഈശോയിൽ സമാധാനം കണ്ടെത്തിയ ഒരാളുടെ പേരാണ് ശിമയോൻ. എന്താണ് പേര്? ശിമയോൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുക്ക്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 28 മുതൽ 31 വരെ. മൊബൈലിൽ ബൈബിൾ ഉള്ളവർക്കും ബൈബിൾ എടുക്കാവുന്നതാണ്. വായിക്കാം. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഈശോയെ കണ്ടതോടുകൂടെ ശിമയോൻ എന്തായി? സമാധാനമായി. ഇനിയൊന്നും വേണ്ട, സമാധാനത്തിൽ വിട്ടയക്കണമേ. ഈശോയെ കണ്ട കണ്ണുകൊണ്ട് ഇനി ഒന്നും കാണണ്ട, സമാധാനമായി. ഇനി എന്തെങ്കിലും കാണണോ? വേണ്ട, ഒന്നും കാണണ്ട, ഞാൻ ഈശോയെ കണ്ടു. ഹല്ലേലൂയ. വെള്ളച്ചാട്ടം കാണണോ? വേണ്ട. മഞ്ഞ് പെയ്യുന്നത് കാണണോ? വേണ്ട. അല്ലെ, പിന്നെന്താണ് കാണാനുള്ളത്? നീലക്കുറിഞ്ഞ് പൂത്തത് കാണണോ? ഹല്ലേലൂയ. വേണ്ട, കാണണ്ട. എന്താണ്? ശിമയോന് സമാധാനമായി. യൂറോപ്പിൽ പോകണോ? വേണ്ട. ഹോളി ലാൻഡിൽ പോകണോ? വേണ്ട. എന്താണ്? അവിടെ തന്നെ സമാധാനമില്ല. അപ്പോൾ ഈശോയെ കണ്ടതുകൊണ്ട് സമാധാനം. അടുത്തതായിട്ട് മറ്റൊരു ഉദാഹരണമാണ്. പാപിനിയായ സ്ത്രീ ഈശോയെ അന്വേഷിച്ചു വന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 48 മുതൽ. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ചെയ്തവരാണെങ്കിലും നമുക്ക് സമാധാനം തരുന്ന ഒരിടമുണ്ട്. നമ്മുടെ സമാധാനം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? പാപം ചെയ്യുമ്പോഴാണ്. എല്ലാവർക്കും പാപം ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരിക്ക് പാപം ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, പല ആളുകളുമായി തിന്മ ചെയ്ത് അവസാനം സമാധാനമൊന്നുമില്ലാതെ എല്ലാ സമാധാനം നഷ്ടപ്പെട്ടു. പലതരത്തിലുള്ള തിന്മകള്. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, എന്റെ ജീവിതം ഇപ്പോ ഒരു വേശ്യയുടെ ജീവിതം പോലെ ആയി.
പലരുമായി പാപം ചെയ്ത് ഒരു വേശ്യയുടെ ജീവിതം പോലെ ആയിത്തീർന്നു. ഐ ഹാവ് ബിക്കം ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. സമാധാനമില്ല. ഈ സമാധാനമില്ലാത്ത ഈ സ്ത്രീ അവൾ ഈശോയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് തന്റെ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദം കഴുകുകയാണ്. തലമുടി കൊണ്ട് അവന്റെ പാദം തുടക്കുകയാണ്. സുഗന്ധലേപനം നടത്തുകയാണ്. അവളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട്, പാപഭാരമുണ്ട്. എങ്കിലും അവൾ ഓടി വന്നത് ഈശോയുടെ അടുക്കലേക്കാണ്. ഈശോ അവളെ പ്രശംസിച്ചു പറഞ്ഞു, അവൾ എന്നെ അധികം സ്നേഹിച്ചതുകൊണ്ട് അവളുടെ അധികമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ വീണ് കിടന്ന കുഴിയിൽ നിന്ന്, പാപബന്ധങ്ങളുടെ കുഴിയിൽ നിന്ന് നീ പുറത്തു കടന്നിരിക്കുന്നു. നിനക്കൊരു ഡെലിവറൻസ് കിട്ടിയിരിക്കുന്നു. നിന്റെ ബോണ്ടേജസ്, നിന്റെ കെട്ടുകള് ഇത് അകന്നു പോയിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈശോയിൽ സമാധാനം കണ്ടെത്തിയ ഒരാളാണ് സഖ്യവൂസ്. ലോകത്തിലായിരുന്നപ്പോ അയാൾക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവസാനം അയാൾ ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തി, എല്ലാം ഉപേക്ഷിച്ചു. അവസാനം ഈശോ അയാളോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. രക്ഷയുടെ സമാധാനം ഈശോയിലേക്ക് ഓടിയെത്തുന്നവർക്ക്. നീ ആരുമായിക്കൊള്ളട്ടെ, ലോകത്തിന് നിന്നെ വേണ്ട, നിന്റെ അപ്പന് നിന്നെ വേണ്ട, അമ്മക്ക് നിന്നെ വേണ്ട, കൂട്ടുകാർക്ക് നിന്നെ വേണ്ട. ഒരു മകൾക്ക് ഭയങ്കര ഭാരം. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവരെല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി. കാര്യം എന്താണ്? പല കാരണങ്ങളുണ്ട്. ചിലപ്പോ എന്റെ ബോഡി ഷെയ്മിങ് ലാംഗ്വേജ് എനിക്കെതിരെ പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തി. ഒരു കൊച്ചു പറഞ്ഞത് അവളെ ഒറ്റപ്പെടുത്താൻ കാരണം നീ കണ്ണൂരുകാരിയല്ലേ എന്നും പറഞ്ഞ് ഒറ്റപ്പെടുത്തി. അത് ശരിയാണ് അല്ലേ? നിങ്ങളോടൊക്കെ പറയാറുണ്ടല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അച്ഛൻ എവിടെ കൺവെൻഷന് പോയാലും അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരാറുള്ളൂ. എന്താണെന്നറിയാവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേരളത്തിലെ ഏറ്റവും നല്ല മനുഷ്യര് ജീവിക്കുന്ന സ്ഥലം കണ്ണൂരാണെന്നും. കൈയടിച്ചു അല്ലേ? അതിനിപ്പോ നമുക്കിപ്പോ അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ പറയും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു 33 വ്യാഴാഴ്ച ആവിലയിൽ വന്ന് നോക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല കാര്യങ്ങളും ഒറ്റപ്പെടുത്തി. എനിക്ക് ആരുമില്ല, കൂട്ടുകാരില്ല. പ്രിയപ്പെട്ട കുഞ്ഞെ, സഖ്യവൂസ് അതുപോലെ ഒറ്റപ്പെട്ടവനും പലരും അവഗണിച്ചവനുമൊക്കെ ആയിരുന്നവൻ സമാധാനം കണ്ടെത്തിയത് ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോഴാണ്. മദ്യപിക്കാൻ ഓടിയപ്പോഴല്ല, വ്യഭിചരിക്കാൻ ഓടിയപ്പോഴല്ല. നിനക്ക് സമാധാനം തരുന്ന ഒരേ ഒരു ഇടമുള്ളൂ, അത് ഈശോയുടെ തിരുസന്നിധിയാ. നമ്മൾ ആദ്യം പാടിയില്ലേ, ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം തേടുന്ന മനുജനിൽ നിന്ന് അവിടെ നിന്ന് ഒരു നന്മയും നിഷേധിക്കുന്നില്ല. വിശിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി വെച്ച് കർത്താവ് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 31-ാം സങ്കീർത്തനം 19-ാമത്തെ തിരുവചനം, വിശിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി വെച്ച് കർത്താവ് കാത്തിരിക്കുകയാണ്. തന്നെ സമീപിക്കുന്ന തന്റെ ഭക്തർക്ക് അവിടെ അത് പരസ്യമായി വിതരണം ചെയ്യുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അല്ലെ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബില് ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആംബുലൻസിൽ വരുന്നു, സ്ട്രെച്ചറിൽ വരുന്നു, നടന്നു പോകുന്നു. ഇല്ലേ? കണ്ടവരൊക്കെ ഒന്ന് കൈവക്കി. ഓക്കെ, കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടുവരുന്നു, ആനന്ദ നൃത്തം വെച്ച് മടങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സമാധാനം. പൗലോസിന് എപ്പോഴാണ് സമാധാനം ഉണ്ടായത്? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് കാവല് നിന്നപ്പോഴല്ല, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അധികാരപത്രം കിട്ടിയപ്പോഴല്ല. പൗലോസ് യഥാർത്ഥത്തിൽ സമാധാനം കണ്ടെത്തുന്നത് ആ കുതിരപ്പുറത്ത് നിന്ന് വീണ് കണ്ണുപോയപ്പോ,
കണ്ണടിച്ചു പോയപ്പോ കണ്ണില്ലാത്തവൻ ഉദ്ധിതനായവനെ ഹൃദയം കൊണ്ട് കണ്ട സമയത്ത് അവന് സമാധാനമുണ്ടായി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പൗലോസ് ഈ ലോകത്തിന്റെ അധികാരിയെ പോലെ കുതിരപ്പുറത്ത് പ്രമാണപത്രങ്ങളുമായിട്ട് ഇങ്ങനെ പോയ സമയത്ത് അവന്റെ ഹൃദയത്തിൽ ശരിക്കു പറഞ്ഞ ഒരു സമാധാനമില്ല. പക്ഷേ അവനൊന്നുമില്ലാത്തവനെ പോലെ ആയപ്പോ, ഈശോയ്ക്ക് വേണ്ടി അവൻ ഞെരുങ്ങിയപ്പോ അവന്റെ ഉള്ളില് ഒരു സമാധാനം. ജയിലില് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് ജയിലിൽ കാത്തുകിടക്കുമ്പോ പോലും പൗലോസ് പറയുകയാണ്, തിമോത്തിക്ക് എഴുതിയ ലേഖനം ഈ പൗലോസ് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് എഴുതിയതാണ്. എന്റെ ജീവിതം ഒരു ബലിയായി ഞാൻ കർത്താവിന്റെ ബലിപീഠത്തില് ഒരു ദ്രവ്യമായി അർപ്പിക്കാൻ വേണ്ടി ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. കിരീടം മനസ്സിൽ ഈ പൗലോസ് കൊല്ലപ്പെടാൻ വേണ്ടി കാത്തുകിടക്കുന്ന ആ തടവറയില് പൗലോസിന് ഇട്ടിരുന്നത് ഒരു വളരെ ഡാർക്കായിട്ടുള്ളൊരു സ്ഥലത്ത്, അനങ്ങാൻ പറ്റാത്ത ഒരു തടവറയില് പൗലോസിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒടുവില് ആ സ്ഥലത്ത് കിടക്കുമ്പോൾ അവിടെ നിന്നാണ് തിമോത്തിക്ക് കത്തെഴുതുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, ബലിയായി ഞാൻ അർപ്പിക്കപ്പെടാൻ പോവുകയാണ്, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. കിരീടം, തന്റെ കിരീടം എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ണി കാണുന്നു. നീറോ ചക്രവർത്തിയുടെ വാളല്ല അയാൾ കണ്ണടക്കുമ്പോ കാണുന്നത്. നമ്മളോട് പറയാണ്, നാളെ നിങ്ങളെ വെട്ടിക്കൊല്ലും. നമ്മൾ കണ്ണടക്കുമ്പോ എന്തായിരിക്കും കാണുന്നത്? വാളായിരിക്കും കാണുന്നത്. വാള്. അച്ഛൻ ഓർക്കാണ്, ഒരാള് ഒറീസയിൽ വെച്ചാണ്, അച്ഛൻ ഞാൻ എല്ലാ ദിവസവും ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം? പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സ്വപ്നം. മോനെ, നിന്റെ ജോലി എന്താണ്? കഞ്ചാവ് വിൽപ്പന. അത് തന്നെ കാണുള്ളൂ. എന്നിട്ട് പിന്നെ നീ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഒരു സ്വപ്നമല്ല, നിന്റെ സ്വപ്നം വേഗം യാഥാർത്ഥ്യമാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞ സമരിയാക്കാരി സ്ത്രീ, അവൾ എവിടെയാണ് ഒടുവിൽ സമാധാനം കണ്ടെത്തിയത്? അവൾ ഈശോയിൽ വന്നപ്പോ അവൾ സമാധാനം കണ്ടെത്തിയവളായി മാറി. സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നട്ടുച്ചക്ക് വെള്ളം കോരാൻ പോകുന്ന ആ ഒറ്റപ്പൂരാടൻ എന്ന് പറയാറില്ലേ? അപ്പൊ അതുപോലെയുള്ള ഒരു സ്ത്രീ, പ്രിയപ്പെട്ടവരെ, സമൂഹത്തിലേക്ക് ചെന്ന് എല്ലാവരോടും ഈശോയെ കുറിച്ച് പറഞ്ഞ് ലോകം മുഴുവൻ സുവിശേഷത്തിന് സാക്ഷിയാകുക എന്നതുപോലെ അവളുടെ നാട്ടിൽ മുഴുവൻ അവളെല്ലാവരെയും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ ചെയ്തപ്പോഴാണ് അവൾക്ക് സമാധാനം കിട്ടിയത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല കേട്ടോ നമുക്ക് സമാധാനം കിട്ടാൻ പോകുന്നത്. നമുക്ക് സമാധാനം കിട്ടാൻ പോകുന്നത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ഈശോയ്ക്ക് വേണ്ടി മരിച്ചു എന്ന്, ഈശോയെ പോലെ ജീവിച്ചു, ഈശോയ്ക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് സമാധാനം കിട്ടാൻ പോകുന്നത്. നമ്മളോടൊരു അവസാന ചോദ്യം ഉണ്ടാവും, നീ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്? നീ ആർക്കു വേണ്ടിയാണ് മരിച്ചത്? ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പോലെ മരിച്ചു എന്ന് പറയാൻ കഴിയട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. 34-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. 34:4. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞേ, നീ നിന്റെ ജീവിതത്തിൽ തേടുന്നത് കർത്താവിനെയാണെങ്കിൽ ആ കർത്താവ് നിനക്ക് ഉത്തരം തരും. എല്ലാ ഭയങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പല ഭയങ്ങളുണ്ട്, അല്ലേ? ഭയമില്ലേ? നാളെ എന്താവും?
ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഇവർക്ക് 2 പെൺകുട്ടികളാ. 2 പെൺകുട്ടികൾ ജനിച്ച സമയത്ത് രണ്ടാമത്തെ കൊച്ച് ജനിച്ച 6-ാം മാസത്തില് ഭർത്താവ് പറഞ്ഞു, ഈ പെൺകൊച്ചുങ്ങളെ എനിക്ക് വളർത്താൻ പറ്റേല എന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് പാലക്കാട് പോയി താമസിച്ചു. ഈ കൊച്ചുങ്ങളെ എനിക്ക് ഭാരമാണ്, ഭയമാണ്, ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഭയം, നാളെ എന്താകുമെന്ന് ഭയം. കർത്താവ് പറയാണ്, നീ കർത്താവിൽ ആശ്രയിക്കുക. സർവഭയങ്ങളിൽ ഞാൻ കർത്താവിനെ തേടി. ദാവീദ് പറയാണ്, കാരണം സാവൂൾ രാജാവ് കൊല്ലാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. കൊല്ലാൻ പുറകെ ഒരാളുണ്ട്, വെറുതെ ഒരാളല്ല. ആരാ ഉള്ളത്? രാജാവ് തന്നെ പുറകെയുണ്ട്. അപ്പോൾ ദാവീദ് പറയാണ്, ഞാൻ കർത്താവിനെ തേടി. പുറകെ വരുന്ന ശത്രുവിനെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും അവിടെ എന്നെ മോചിപ്പിച്ചു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. 23-ാം സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. കണ്ണുകളടക്കാം. പ്രിയപ്പെട്ട